ഹായ്, ഐ ആം നസീമ ഫ്രം കാഞ്ഞങ്ങാട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ എഴുതിയ ഡയറി കത്തിച്ച് കളഞ്ഞു. എന്തിനാണ് എൻ്റെ ഡയറി ഞാൻ കത്തിച്ചതെന്നറിയോ? നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നോർമലി എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഈ ഡയറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത്. ഇങ്ങനെ എഴുതുന്നു എന്നതിലാണ് കാര്യം, അല്ലാതെ എഴുതുന്നത് ഒരു പ്രശ്നമല്ല. പണ്ട് മുതലേ ഡയറി എഴുതുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. 2008 മുതൽ ഒരു 15-16 കാലഘട്ടം വരെ എനിക്ക് വളരെ പ്രയാസവും മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു, ഒരു കാലഘട്ടം. അന്നേരമാണ് ഞാൻ കുറച്ചും കൂടി ശക്തിയായിട്ട് ഓരോ ദിവസത്തെ ദുഃഖങ്ങളൊക്കെ കറക്റ്റ് അതിലെഴുതാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഹീലിംഗ് പഠിക്കുന്നതും എനർജി ബേസ്ഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മോശമായ അവസ്ഥകൾ, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് അത് റിപ്പീറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിൽ അത് സേവ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കൂടുതൽ കേൾക്കുന്ന സമയത്തും നമുക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ പെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമ്മുടെ എനർജി ലോ ആവും. ആ സമയത്ത് ബ്രെയിൻ മിറേഴ്സ് ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇമോഷൻ റീൻഫോഴ്സ് ആകാം. മറ്റുള്ളവരുടെ വിഷമം കേൾക്കുന്ന സമയത്തും അതുപോലെ ഡയറിയിൽ നമ്മുടെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും അത് എഴുതുന്ന സമയത്ത്, മെയിനായിട്ട് പെയിൻ എഴുതുന്ന സമയത്ത് അതൊരു ഹീലിംഗ് ടൂളായിട്ട് വേണം എഴുതാൻ. എന്ത് എഴുതുന്നു, എങ്ങനെ എഴുതുന്നു എന്നതിലാണ് കാര്യം. മറ്റുള്ള വിഷമങ്ങളൊക്കെ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഇമേജിൻ ചെയ്യാതിരിക്കുക. ഇന്ന് എനിക്ക് എന്ത് വേദന ഉണ്ടായി, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അതിൽ നിന്ന് ഞാൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു ഹീലിംഗ് ടൂളായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ട്രോമ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ശരിക്കും ജേർണലിംഗ്, ഈ എഴുത്ത് എന്ന് പറയുന്നത് തന്നെ പ്രോവൺ ഹീലിംഗ് ടൂളാണ്. അതുകൊണ്ട് എഴുത്ത് ഒരിക്കലും മോശമല്ല. എങ്ങനെ എഴുതുന്നു, എന്ത് എഴുതുന്നു എന്നതിലാണ് കാര്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.